മുഖവും വിരിച്ച കരവും മറക്കാൻ പറഞ്ഞുവെല്ലാം. രക്തം വിയർത്ത മുഖവും മുറിഞ്ഞ ശിരസും ക്ഷമിക്കാൻ പറഞ്ഞുവെല്ലാം. യേശുനാഥന്റെ പീഡാനുഭവത്തെ ധ്യാനിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശുനാഥൻ്റെ പീഡാനുഭവ പ്രവചനം. യേശുനാഥൻ്റെ പീഡാനുഭവത്തിൻ്റെ 2-ാം പ്രവചനമാണ് സുവിശേഷം. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് താൻ ഒറ്റിക്കൊടുക്കപ്പെടുകയും മനുഷ്യരുടെ അധികാരത്തിന് അഥവാ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഒന്നാമതായി യേശുവിൻ്റെ മുന്നറിയിപ്പ്. തൻ്റെ പ്രവൃത്തികളോടുള്ള വിജയത്തിൻ്റെയും പ്രശംസയുടെയും ഒരു സമയത്തിന് ശേഷം വന്ന ശാന്തമായ നിമിഷമായിരുന്നു തൻ്റെ ശിഷ്യന്മാർക്കുള്ള യേശുവിൻ്റെ മുന്നറിയിപ്പ്. യേശുവിൻ്റെ വാക്കുകൾ ശിഷ്യന്മാരിൽ നിന്ന് മറച്ചു വെച്ചതിനാൽ അവർക്ക് അവയുടെ അർത്ഥം മനസ്സിലാകുന്നില്ല. കർത്താവായ യേശുനാഥൻ തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തെക്കുറിച്ച് അവരോട് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് തീർത്തും അത് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നു എന്ന് തോന്നുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. കാരണം അത് അവരുടെ ക്രിസ്തു സങ്കല്പത്തിന് അതീതമായിരുന്നു. 2 ശിഷ്യന്മാരുടെ പ്രതികരണം. യേശുവിൻ്റെ മുന്നറിയിപ്പിനെക്കുറിച്ച് ചോദിക്കാൻ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അഥവാ പീഡാനുഭവ പ്രവചനത്തെക്കുറിച്ച് അവർ ഭയത്തോടുകൂടി നിലകൊണ്ടു. കാരണം അത് യേശുവിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെട്ടിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അവർ ഇസ്രായേലിൻ്റെ അധികാരവും അവകാശവും പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ള വലിയ സ്വപ്നത്തിൻ്റെ ഉത്തരമായാണ് ക്രിസ്തുവിനെ കണ്ടിരുന്നത്. അധികാരത്തിൻ്റെ സ്വപ്നവുമായിരുന്നു ക്രിസ്തുവിനെ അവർ കണ്ടത്. മൂന്നാമതായി യേശുവിൻ്റെ വാക്കുകളുടെ അർത്ഥം. യേശുവിൻ്റെ വാക്കുകൾ യേശുവിൻ്റെ ശക്തിയും ശത്രുക്കൾക്ക് പിതാവായ ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള പദ്ധതിയുടെ അന്വർത്ഥതയുമായിരുന്നു. യേശുനാഥൻ ശത്രുകരങ്ങളിലേക്ക്, തന്നെ പീഡിപ്പിക്കുവാനും കൊല്ലുവാനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് എത്രയോ മുൻപ് തന്നെ ഒരുക്കപ്പെട്ട് യാത്ര ചെയ്യുകയായിരുന്നു. കർത്താവായ യേശുനാഥൻ തൻ്റെ പീഡാനുഭവ പ്രവചനം ലോകം മുഴുവനും വേണ്ടിയുള്ള വലിയ ദൈവ പദ്ധതി ആണ് എന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിച്ചു. 4 കഷ്ടതയുടെ അർത്ഥം. വേദനയ്ക്കും കഷ്ടപ്പാടുകൾക്കും നമ്മിൽ ഏറ്റവും കൂടുതൽ മനുഷ്യത്വമുള്ളത് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലാണ് യേശുവിൻ്റെ വാക്കുകൾ. അതുകൊണ്ട് വേദനയും കഷ്ടപ്പാടും നമ്മിലുള്ള മനുഷ്യത്വത്തെ മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ചില അനുഭവങ്ങൾ കൂടിയാണ്. അതിനാൽ നാം നമ്മുടെ വേദനകളെ ക്രിസ്തു വേദനകളോട് ചേർത്ത് സഹിക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി ശിഷ്യത്വത്തിൻ്റെ അർത്ഥം. യേശുവിൻ്റെ വാക്കുകൾ പരീക്ഷണങ്ങളാലും ത്യാഗങ്ങളാലും എപ്പോഴും പരീക്ഷിക്കപ്പെടുന്നതാണ്. എന്നാൽ മഹത്വത്തിൻ്റെയും വിജയത്തിൻ്റെയും നിമിഷങ്ങളും അതിലുണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് കർത്താവായ യേശുനാഥൻ്റെ ഈ പീഡാനുഭവ പ്രവചന സത്യവും രഹസ്യവും. നമ്മുടെ ജീവിത സഹനങ്ങളെ ക്രിസ്തു പീഡാനുഭവത്തിൻ്റെ ഉള്ളിലേക്കെടുത്തു വച്ച് ദൈവ സ്നേഹത്തിൻ്റെ മക്കളായി നമുക്ക് രൂപാന്തരപ്പെടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോയെ
പൊതിഞ്ഞിടുമോ? നിൻ പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താൽ എന്നെന്നും എന്നെ കഴുകിടുമോ? കയ്യെത്താ ദൂരത്തൻ സ്വപ്നങ്ങൾ നിൽക്കുമ്പോൾ വാങ്ങിത്തരാൻ വരുമോ? കല്ലേറു ദൂരെ ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാഖമാർ വരുമോ? ചിരിക്കാൻ കാരണം ചികയുമ്പോൾ, ജീവിക്കാൻ കാരണം തിരയുമ്പോൾ, തോളത്ത് മയങ്ങിയോർ മറക്കുമ്പോൾ, തോലിയൂരിയുമ്പോൾ പഴിക്കുമ്പോൾ, നിൻ ചിരിക്കും മുഖവും വിരിച്ച കരവും മറക്കാൻ പറഞ്ഞുവെല്ലാം. രക്തം വിയർത്ത